നമസ്കാരം. ഓർഗാനിക് കെമിസ്ട്രി കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം അല്ലേ? പക്ഷേ സത്യത്തിൽ ജീവന്റെ അടിസ്ഥാനമായ ഈ ലോകം വളരെ ലളിതമായ ചില നിയമങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരുമിച്ച് ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? തുടങ്ങാം. നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് എണ്ണിയാൽ തീരാത്തത്ര ഓർഗാനിക് സംയുക്തങ്ങൾ നമുക്ക് ചുറ്റും കാണുന്നത്, എന്നാൽ അജൈവ സംയുക്തങ്ങൾ താരതമ്യേന വളരെ കുറവുമാണ്? ഇതൊരു വലിയ പസിൽ പോലെയാണ്. നമുക്കിതിന്റെ ഉത്തരം ഒരുമിച്ച് കണ്ടെത്താം. ഈ യാത്രയിൽ നമ്മൾ ആദ്യം കാർബൺ എന്ന നമ്മുടെ ഹീറോയെ പരിചയപ്പെടും. പിന്നെ അതിന്റെ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അതുപോലെ തന്മാത്രകളെ എങ്ങനെ വരയ്ക്കാം, അവയെ എങ്ങനെ തരംതിരിക്കാം എന്നൊക്കെ പഠിക്കും. അവസാനം ഇവയെയൊക്കെ എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്നും നമ്മൾ കാണും. അപ്പോ നമ്മുടെ കഥയിലെ പ്രധാന താരം കാർബൺ. ആറ്റോമിക് നമ്പർ 6 ആണ്. എന്നുവെച്ചാൽ 6 ഇലക്ട്രോണുകളുണ്ട്. ഇതിൽ 4 എണ്ണമാണ് ഏറ്റവും പുറത്തുള്ള ഷെല്ലിലിരിക്കുന്നത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന ഈ വലിയ ലോകത്തിന്റെ മുഴുവൻ അടിസ്ഥാനവും ഈ 4 ഇലക്ട്രോണുകളാണ്. അപ്പോൾ കാർബണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഇലക്ട്രോണുകളെ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് വാങ്ങുകയോ ചെയ്യില്ല. കാരണം അതിന് ഒരുപാട് എനർജി വേണം. പകരം അത് വളരെ സ്മാർട്ടാണ്. മറ്റാറ്റങ്ങളുമായിട്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേബിളായിട്ടുള്ള സഹസംയോജക ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നു. ശരി, ഇനി കാർബണിനെ ഇത്രയധികം സ്പെഷ്യലാക്കുന്ന ആ സൂപ്പർ പവറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കാർബണിന്റെ ഒന്നാമത്തെ സൂപ്പർ പവർ, ടെട്രാവാലൻസി. സിമ്പിളായി പറഞ്ഞാൽ, കാർബണിന് ഒരേ സമയം 4 ബോണ്ടുകളുണ്ടാക്കാനുള്ള കഴിവുണ്ട്. 4 കൈകളുള്ളതുപോലെ. ഇതിനെ നല്ല സ്ഥിരതയും നൽകുന്നു. ഇനി രണ്ടാമത്തെ സൂപ്പർ പവർ, കാറ്റിനേഷൻ. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ ലെഗോ കട്ടകൾ വെച്ച് കളിക്കുന്നതുപോലെ കാർബൺ ആറ്റങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി കൂടിച്ചേർന്ന് നീണ്ട ശൃംഖലകളുണ്ടാക്കാൻ പറ്റും. ഇതാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ എണ്ണം ഇത്രയധികം ആകാനുള്ള പ്രധാന കാരണം. ഈ കാറ്റിനേഷൻ എന്ന കഴിവ് കാരണം കാർബണിന് നീളമുള്ള നേർരേഖയിലുള്ള ചെയിനുകളുണ്ടാക്കാം, അതിൽ നിന്ന് ശാഖകളുണ്ടാക്കാം. എന്തിന്, ആ ചെയിൻ വളഞ്ഞ് വളയങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക്കുകളും മരുന്നുകളുമൊക്കെ ഈ ഒരു കഴിവിന്റെ ഫലമാണ്. കാർബണിന്റെ കഴിവുകൾ ഇവിടം കൊണ്ടും തീരുന്നില്ല കേട്ടോ. അതിന് മറ്റ് കാർബണാറ്റങ്ങളുമായി സിംഗിൾ ബോണ്ട് മാത്രമല്ല, ഡബിൾ, ട്രിപ്പിൾ ബോണ്ടുകളും ഉണ്ടാക്കാൻ കഴിയും. ഓരോ തരം ബോണ്ടും ആ തന്മാത്രയ്ക്ക് പുതിയൊരു രൂപവും സ്വഭാവവുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയധികം സാധ്യതകളുള്ള ഈ തന്മാത്രകളെ കെമിസ്റ്റുകൾ എങ്ങനെയാണ് കടലാസിൽ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ അവയുടെ 3D ഷേപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ ടേബിൾ കണ്ടിട്ട് പേടിക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തന്മാത്രയുടെ 3D ഷേപ്പ് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാനുള്ള ഒരു ചീറ്റ് ഷീറ്റ് പോലെയാണ്. കാർബണിന് ചുറ്റുമുള്ള ബോണ്ടുകളുടെ എണ്ണവും തരവും നോക്കി അതിന്റെ ഷേപ്പ് ടെട്രാഹെഡ്രലാണോ, അതോ പരന്നതാണോ, അതോ ഒരു നേർരേഖയിലാണോ എന്നൊക്കെ നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും. കണ്ടില്ലേ, 4 സിംഗിൾ ബോണ്ടാണെങ്കിൽ ഒരു പിരമിഡ് പോലെ ടെട്രാഹെഡ്രൽ ഷേപ്പായിരിക്കും. തന്മാത്രകളെ വരയ്ക്കുന്ന രീതി കാലത്തിനനുസരിച്ച് എത്രമാത്രം ലളിതമായി എന്ന് നോക്കിക്കേ. ആദ്യം എല്ലാ ആറ്റങ്ങളെയും ബോണ്ടുകളെയും വിശദമായി വരയ്ക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കെമിസ്റ്റുകൾ ഏറ്റവും എളുപ്പമുള്ള ഈ ബോണ്ട് ലൈൻ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വേഗത്തിൽ വരയ്ക്കാം. അതുപോലെ തന്മാത്രയുടെ പ്രധാന ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കും. ശരി, ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ വലിയ തന്മാത്രാ പ്രപഞ്ചത്തെ കെമിസ്റ്റുകൾ എങ്ങനെയാണ് ഒരു ഭൂപടം പോലെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഓർഗാനിക് സംയുക്തങ്ങളെ തരംതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അവയുടെ ഘടന നോക്കുക എന്നതാണ്. ആദ്യത്തെ പ്രധാന തരംതിരിവ് ഇതാണ്. ചിലത് നീളമുള്ള തുറന്ന ശൃംഖലകളായിരിക്കും. മറ്റു ചിലത് സ്വയം വളഞ്ഞ് വളയങ്ങൾ പോലെയാകും. ഈ വളയങ്ങളെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. വളരെ സിമ്പിളാണ്. വളയത്തിൽ കാർബൺ ആറ്റങ്ങൾ മാത്രമാണെങ്കിൽ അവയെ ഹോമോസൈക്ലിക് എന്ന് പറയും. എന്നാൽ ആ വളയത്തിനകത്തേക്ക് കാർബൺ അല്ലാതെ ഓക്സിജനോ നൈട്രജനോ പോലുള്ള വേറെ ആറ്റങ്ങൾ വന്നാൽ അതിനെ നമ്മൾ ഹെട്രോസൈക്ലിക് എന്ന് വിളിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞത് കാർബണിന്റെയും ഹൈഡ്രജന്റെയും മാത്രം കഥയാണ്. എന്നാൽ മറ്റ് ആറ്റങ്ങൾ ഈ ശൃംഖലയിലേക്ക് വരുമ്പോഴാണ് തന്മാത്രകൾക്ക് പുതിയ സ്വഭാവവും വ്യക്തിത്വവും കിട്ടുന്നത്. ഈ പ്രത്യേക ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളെന്ന് പറയുന്നത്. ഈ വ്യത്യാസം നോക്കൂ. ഇടതുവശത്ത് ഒരു സാധാരണ ഹൈഡ്രോകാർബൺ. ഇതിനു വലിയ രാസപ്രവർത്തനങ്ങളിലൊന്നും താൽപ്പര്യമില്ല. എന്നാൽ വലതുവശത്ത് ആ ചെയിനിലേക്ക് ഒരു ഓക്സിജനും ഹൈഡ്രജനും OH വന്നപ്പോൾ ആ തന്മാത്രയുടെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഇപ്പോൾ അതൊരു ആൽക്കഹോളാണ്. ഈ OH എന്ന ഭാഗമാണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ കാണുന്നത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ചില ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. OH ഗ്രൂപ്പ് വരുമ്പോൾ ആൽക്കഹോളുകൾ ഉണ്ടാകുന്നു. COOH ഗ്രൂപ്പ് വന്നാൽ വിനാഗിരിയിലുള്ളതുപോലുള്ള ആസിഡുകളായി. ഓരോ ഗ്രൂപ്പും ഒരു പുതിയ സംയുക്ത കുടുംബത്തെ തന്നെയാണുണ്ടാക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. പ്രകൃതിയിൽ ഈ സംയുക്തങ്ങളെല്ലാം മിശ്രിതങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലാബിൽ ശാസ്ത്രജ്ഞരെങ്ങനെയാണ് ഇവയെ വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം.
ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ക്രൊമാറ്റോഗ്രാഫി എന്നിങ്ങനെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഉദാഹരണത്തിന്, വെള്ളവും ആൽക്കഹോളും കലർന്ന മിശ്രിതം ചൂടാക്കിയാൽ തിളനില കുറഞ്ഞ ആൽക്കഹോൾ ആദ്യം നീരാവിയാവും. ഇതിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ സംയുക്തത്തിൻ്റെയും ഓരോ പ്രത്യേകതകൾ ഉപയോഗിച്ചാണ് അവയെ വേർതിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ കണ്ടത് ഇതാണ്: ഒരൊറ്റ ആറ്റം കാർബൺ, അതിനെ നിയന്ത്രിക്കുന്നത് വളരെ ലളിതമായ ചില നിയമങ്ങൾ. എന്നാൽ അതിൽ നിന്നാണ് ജീവന്റെ അടിസ്ഥാനമായ ഈ കാണുന്ന അനന്തമായ സങ്കീർണത മുഴുവൻ ഉണ്ടാകുന്നത്. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. കാർബൺ വളരെ ലളിതമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അനന്തമായ സങ്കീർണത സൃഷ്ടിക്കുന്നത്. ലാളിത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ സാധ്യതകളെക്കുറിച്ച് ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ ആശയം നമ്മുടെ ജീവിതത്തിലും പ്രസക്തമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നന്ദി.